എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളിവിടെ സൂപ്പറായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വ്ലോഗിൻ്റെ കണ്ടിന്യൂഷനാണ്. മോർണിംഗ് വ്ലോഗ് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്കുള്ള പരിപാടികളേക്കൊക്കെ കടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് പാറുവിനെ ഒന്ന് കൊണ്ടുവരണം. എന്തായാലും ഉച്ച ആവാറായി. അപ്പോൾ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്, അതൊന്ന് വാർത്തിട്ട് വേണം പോകാനായിട്ട്. നീ താമസിച്ചാൽ നമുക്ക് വ്ലോഗിലേക്ക് പോവാം. വരാം. അങ്ങനെ ഇതാ ഷൈചേട്ടൻ ഓഫീസിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. പാറുവിനെ സ്കൂളിലാക്കി വന്ന് ആൾ റെഡിയായി അങ്ങ് പോവും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ ഇന്ന് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട്. ഈ പാറുവിന് 3 മണിക്കൂറേ ഉള്ളൂ ക്ലാസ്. 12:30 ആകുമ്പോൾ അവരുടെ ക്ലാസ് കഴിയും. അപ്പോൾ അതിനുള്ളിൽ എൻ്റെ പരിപാടികളൊക്കെ ഒന്ന് ഒതുക്കി അവൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണമൊക്കെ ആക്കിയിട്ടാണ് ഞാൻ അവളെ വിളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എനിക്ക് വെക്കാൻ പറ്റിയില്ല. അത് ഞാൻ ഫ്രിഡ്ജിൽ അങ്ങനെ തന്നെ എടുത്തു വെച്ചു. കഴുകിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നത് ആ ഒരു അഴുകിയ മാതിരിയായി പോവും. അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയും വിനെഗറും ഇട്ട് ഞാൻ കഴുകാനായിട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ ചോറ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് ഷൈചേട്ടൻ പോയ ഉടനെ തന്നെ ഒന്ന് പോയി കുളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ ഞാൻ ചോറ് വെച്ചിട്ടാണ് കുക്കർ ഓഫാക്കിയിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ തിരിച്ച് ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അതായിരിപ്പുണ്ട്. ഈ മട്ടരിയാണ് കേട്ടോ നമ്മളെപ്പോഴും ഉപയോഗിക്കുക. മട്ടരി തന്നെ ഈ ഉണ്ട അരിയുണ്ട്, പിന്നെ വടിയില്ലേ, മട്ട വടി, അതുമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കൂടുതലും ഇഷ്ടം ആ വടി അരിയാണ്. പിന്നെ അവൈലബിൾ ആയിട്ടുള്ള ഏതാണെന്ന് വെച്ചാൽ അതാണ് വാങ്ങിക്കാറ്. അപ്പോൾ ഈ ഉണ്ട അരിയുടെ ഒരു പ്രശ്നം, പെട്ടെന്ന് അങ്ങ് വെന്ത് പോവും. നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ നമുക്കൊരു കണക്കുണ്ടല്ലോ. ആ ഒരു ഒറ്റ വിസിൽ വരുമ്പോഴേക്കും ഞാൻ ഒരു മീഡിയത്തിലും കുറച്ച് ഹൈയിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാണ് പതിവ്. എന്നിട്ട് ഒരു 20 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മളിത് ഉള്ള എയർ കളഞ്ഞിട്ട് അങ്ങ് എടുത്തില്ലെങ്കിൽ ഈ ഉണ്ട അരി വെന്ത് ഒരു സുഖമില്ലാതിരിക്കും. ഇങ്ങനെ വിട്ട് കിടക്കൂല. അത്യാവശ്യം വേവും വേണം, എന്നാൽ ഒന്ന് വിട്ട് കിടക്കണം. അതാണ് ഇവിടുത്തെ പാകം. അപ്പോൾ അത് കറക്റ്റ് സമയം നോക്കിയില്ല എന്നുണ്ടെങ്കിൽ പണിയാണ്. അങ്ങനെ ഞാൻ വേഗം വന്നിട്ട് ഈ ചോറൊന്ന് വാർത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ചോറ് ഞാൻ കുക്കറിൽ തന്നെ ഇതുപോലൊരു പാത്രം വാങ്ങിച്ചിട്ട്, ഇങ്ങനെ ഊറ്റപ്പാത്രം ഉണ്ടല്ലോ ചെറിയൊരു ഹോളുള്ള, അത് വെച്ച് ഇതുപോലെ നമ്മൾ ക്ലിപ്പുണ്ടല്ലോ, അപ്പോൾ ആ ക്ലിപ്പും കൂടി ഇട്ടിട്ട് ഞാനങ്ങ് വാർത്ത് വയ്ക്കും. അതാണ് പതിവ്. ഇവിടെ ഈ വാർക്കണ പാത്രമൊന്നും സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ പറ്റിയൊരു അലൂമിനിയം പാത്രം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതിലാണ് വാർക്കണത്. പാരോ പിടിച്ചു കയറി സൂക്ഷിച്ച്, അമ്മ പിടിച്ചോളാം. കോൾ ഇങ്ങോട്ട് താ എന്നാ പോയിക്കോ, സൂക്ഷിച്ച് കയറണേ. പോട്ടെ അമ്മ എടുത്തോളാം. പൊക്കോ. കയ്യിലിട്ടോ. സൂക്ഷിച്ചു കയറണേ. പാറുവിനെ കൂട്ടാനായിട്ട് പോകുന്നതിന് മുന്നായിട്ട് ഞാൻ ഇച്ചിരി പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പച്ചക്കറിയൊക്കെ ആയിട്ട് മുകളിൽ വരാൻ ഇന്ന് ഇത്തിരി പാടായിരുന്നു കേട്ടോ. ഞാൻ പ്രത്യേകിച്ചൊന്നും സഞ്ചിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വലിയൊരു പ്ലാനിങ്ങിലല്ല ഞാൻ പോയത്. വേണോ വേണ്ടേ എന്നുള്ളൊരു ഇതിലാണ് പോയത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ കോണൊക്കെ കണ്ടപ്പോൾ അവൾ പിടിച്ചോളാമെന്ന് പറഞ്ഞ് മുകളിൽ കയറി. പിന്നെ വീഴാതെ മുകളിലെത്തി. ഞാൻ എപ്പോഴും അവളുടെ പിന്നിൽ തന്നെ നടക്കും. കാരണം ആൾ തന്നെ നടക്കുള്ളൂ, കൈയൊന്നും പിടിക്കില്ല. പെട്ടെന്ന് എങ്ങാനും ഒന്ന് സ്ലിപ്പായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും തൊട്ട് പിന്നിൽ തന്നെ നടക്കും കേട്ടോ. പിന്നെ ഇതാ വന്നിട്ട് കൊച്ചിന് ചോറ് കൊടുക്കണം. അപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് ഞാനൊന്ന് ചൂടാക്കാൻ വെക്കുവാണേ. നേരത്തെ അതിൽ ശരിക്കും ഞാൻ ഫിൽറ്റർ വാട്ടർ തന്നെയാണ് ആഡ് ചെയ്തത്, എന്നാലും ഒന്ന് ഞാൻ തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഊണ് കഴിക്കാനായിട്ട് ഞാൻ ഇത്തിരി ചാള ഇരുന്ന് വറുക്കാൻ വെച്ചിട്ടുണ്ട്. പാറുവിന് ഇന്ന് കറി ഒന്നും കാര്യമായിട്ടില്ല. അവൾക്ക് കൊടുക്കണ കറിയൊന്നും ഇല്ല. അത്ര എരിവെള്ള കറിയോ മീൻ കറിയോ അങ്ങനെയൊന്നും ആൾ കൂട്ടാറില്ല.
അപ്പം ഞാൻ ഇത്തിരി നെയ്യും ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ചെറിയ ചൂടോട് കൂടെ കഞ്ഞി കൊടുക്കാം കേട്ടോ. ഇഷ്ടമാണ് ആൾക്ക്. തൈര് കൂട്ടിയാണ് അവൾ മിക്കവാറും കഴിക്കാറ്. അപ്പം ഞാൻ ഇപ്പോഴായിട്ട് അധികം തൈര് ഞാൻ കൊടുക്കുന്നില്ല. കാരണം നല്ല ഇച്ചിരി തണുപ്പുള്ള സമയമാണ്. അപ്പോൾ ദിവസവും തൈര് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇച്ചിരി കോൾഡും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അവൾക്ക് ആ കോൾഡും ചുമയൊക്കെ വന്നിട്ട് അതൊന്ന് ശരിക്കും മാറി ഒന്ന് ഓക്കെ ആയി വരണേ ഉള്ളൂ. അപ്പോൾ ഡോക്ടറും പറഞ്ഞു അധികം അങ്ങോട്ട് തൈര് ഇപ്പോൾ കൊടുക്കണ്ട, ഇച്ചിരി ഒന്ന് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഈ പാറുവിന് കഞ്ഞിനോടാണ് കേട്ടോ താല്പര്യം. ചോറ് വാരി ഉണ്ണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ കഞ്ഞിയാണെങ്കിൽ ആൾക്ക് ഇഷ്ടമാണ്. ഇതെനിക്ക് ചോറുണ്ണാനായിട്ടുള്ള സാമ്പാർ ഇത്തിരി ഇരുന്നിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊന്ന് ചൂടാക്കുവാണ്. മീൻ വറുത്തത് സാമ്പാർ നല്ല കോമ്പിനേഷനല്ലേ. ഇത് പാറുവിൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ പൂവാണ്. അവിടെ ഇതുപോലത്തെ ചെമ്പകമുണ്ട്. ഇനി ചെമ്പകം തന്നെയാണ് കറക്റ്റ് പറയണതെന്ന് അറിയില്ല. ഞങ്ങളിവിടെ ചെമ്പകം എന്നാട്ടോ പറയാറ്. അപ്പോൾ അത് ഞാനിങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ബൗളിലിങ്ങനെ ഇട്ട് വെച്ചാൽ നല്ല രസമല്ലേ കാണാനായിട്ട്. ഇത് ഞാനിപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്ന പച്ചക്കറി കേട്ടോ. സവോള ഇവിടെ ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും എനിക്ക് വാങ്ങിക്കണമായിരുന്നു. 50 രൂപ കിലോ, അങ്ങനെ 100 രൂപയ്ക്ക് 2 കിലോ വാങ്ങിച്ചു. പിന്നെ കുഞ്ഞ് ചേമ്പ് കണ്ടു. ഇതേപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കിറ്റിലാക്കി ആ ഒരു കടയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് സ്ട്രീറ്റിൽ തന്നെയുള്ള കടയാട്ടോ. ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടും. അപ്പോൾ അത് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. അപ്പോൾ ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു പ്ലാനും കൂടി ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ മത്തിക്കറി ഉണ്ടാക്കുന്നുണ്ട്, ചാള. അപ്പോൾ അതിൽ ചേമ്പിട്ട് വെക്കാമെന്നാണ് എൻ്റെ പ്ലാൻ. ശരിക്കും നല്ല നെയ്യൊക്കെ ഉള്ള സമയത്താണ് കേട്ടോ അങ്ങനെ വെക്കേണ്ടത്. ഇതിപ്പോൾ കടയിൽ ഞാൻ പ്രതീക്ഷിതമായി കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഉണ്ടായൊരു പ്ലാനിൽ വാങ്ങിച്ചതാട്ടോ. പിന്നെ തുണിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങി കിടക്കുമായിരുന്നു. ചെറിയ ചൂടോടുകൂടെ കിടക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം എടുത്ത് അങ്ങ് മടക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. പിന്നെ രാവിലെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒരു ട്രേ നിറയെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് ഒതുക്കണം. അങ്ങനെ ഓരോരോ പരിപാടികളിലേക്ക് ഇങ്ങനെ കയറുക കേട്ടോ. നമ്മൾ ഈ ഒതുക്കലും പെറുക്കലും കഴിഞ്ഞിട്ട് സമയമില്ല എന്ന് പറയും. ശരിയാട്ടോ. അത് നമ്മളിങ്ങനെ ഓരോന്ന് വാല ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് തന്നെ ആയിരിക്കും സമയം. പിന്നെ അങ്ങ് കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ലാന്ന് അടിച്ച് നമ്മൾ അടുക്കളയിൽ നിന്ന് പോകണം. ഫുള്ളായിട്ടൊന്നും ചെയ്ത് തീർത്തിട്ട് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. രാത്രി കിടക്കുമ്പോഴാണ് ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് ആ കിച്ചൺ അടച്ചു പോകുന്നത്. അപ്പോൾ ഈ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ മുടി ഒന്ന് ഒതുക്കിയത് ഇതേപോലെ കെട്ടി വയ്ക്കണതാണ് എനിക്ക് എപ്പോഴും കംഫർട്ടബിൾ. നമുക്ക് ഈസി ആയിട്ട് മുടിയൊന്നും വീഴുമില്ല, ഈസി ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലൊരു ക്ലേ ക്ലിപ്പ് ഉണ്ടല്ലോ, അപ്പം ക്രാബ് എന്നൊക്കെ പറയുന്ന അത് വെച്ചിട്ട് ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി. ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി എല്ലായിടത്തും വെക്കണം. ഇത് ശരിക്കും നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, ഓരോ സ്ഥലങ്ങൾ ഓരോ സാധനങ്ങൾക്ക് നമ്മൾ നിശ്ചയിച്ചിരിക്കണേ. ആ സ്ഥലത്ത് നിന്ന് ആരെങ്കിലും മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല അല്ലേ? നിങ്ങൾക്കുണ്ടോ അങ്ങനെ? എനിക്കെപ്പോഴും അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. ഞാൻ മാറിയിരിക്കണേണ്ട വേഗം തിരിച്ച് അങ്ങോട്ട് തന്നെ എടുത്ത് വയ്ക്കും. അങ്ങനത്തെ ഒരു ശീലമൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ നമ്മൾ ഇത് ചാളയിൽ എങ്ങനെ ഇടുന്നതെന്ന് കറി എൻ്റെ അമ്മ എപ്പോഴും ഇത് വയ്ക്കാറുണ്ട് കേട്ടോ, നല്ല നെയ്യുള്ള ചാളയുള്ള സമയത്ത്. അപ്പോൾ ഞാനങ്ങനെ കണ്ട് പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ചേമ്പ് കുറച്ച് വെള്ളവും ഉപ്പിട്ടിട്ട് നന്നായിട്ട് കഴുകണം കേട്ടോ. അതിന് മുമ്പ് അതിൽ ആ മണ്ണും ഒരു ഇതൊക്കെ കളഞ്ഞിട്ട് കുറച്ച് വെള്ളവും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക. 2 വിസിലൊക്കെ കൊടുത്താൽ മതി, നന്നായിട്ട് വെന്ത് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ ആ തോലൊക്കെ പൊളിച്ച് കളഞ്ഞ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ കുഞ്ഞു കുഞ്ഞു ചേമ്പാണ്. ശരിക്കും നല്ല നെയ്യുള്ള ചാള കിട്ടുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ആ ചാളക്കറിയിൽ കിടക്കുന്ന ഈ ചേമ്പ് കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. ആ നെയ്യൊക്കെ ഇങ്ങനെ വലിച്ചിരിക്കും. ആ നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് അപാര ടേസ്റ്റാട്ടോ. ശരിക്കും ചേമ്പിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഭയങ്കര ഡിമാൻഡായിരിക്കുമല്ലോ. അവസാനം കറിയിൽ ചേമ്പൊക്കെ പടപടാന്ന് തീർന്നു പോകും. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയായിരുന്നു. അമ്മ പണ്ട് ഞങ്ങൾ ചെറുതായിരുന്ന സമയത്ത്, ഞങ്ങൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതെപ്പോഴും ഈ മത്തി കിട്ടുന്ന സമയത്ത് നെയ്യുള്ള സമയത്ത് ഉണ്ടാക്കും കേട്ടോ. ആ സമയത്ത് ഈ ചേമ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ 3 പേരും നല്ലതായിട്ട് ഇടിയാണ്. കാരണം ഞങ്ങൾ 3 പെൺകുട്ടികളാട്ടോ. അപ്പോൾ എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. അവരും എല്ലാവർക്കും ഇഷ്ടമാണ്. എന്തായാലും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാട്ടോ അതിന്. അപ്പോൾ ഞാൻ മീൻകറി വെക്കുമ്പോൾ മിക്കവാറും ഞാൻ ചതച്ചിട്ടാണ് കേട്ടോ, ഈ ഉള്ളിയൊക്കെ ചതച്ചിട്ടാണ് ചേർക്കുക. അങ്ങനെ ചതച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഇങ്ങനെ അരിഞ്ഞിടുന്നതിലും ഒരു പ്രത്യേകതയാണ്. ശരിക്കും അതിൻ്റെ ആ ജ്യൂസ് ഇങ്ങനെ ഇറങ്ങും പെട്ടെന്ന്. അങ്ങനെ തേങ്ങ അരച്ചിട്ടാണ് ഞാൻ മീൻകറി വയ്ക്കണേ. ഇതാണ് എൻ്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള മീൻകറി. അതുപോലെ ഏറ്റവും ടേസ്റ്റി ആയിട്ടും എനിക്ക് തോന്നാറുണ്ട്. ഇവിടെ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ വെക്കുന്നത് ഈ മീൻകറി കേട്ടോ. എനിക്കും ഷൈജേട്ടനും ഒരേപോലെ ഇഷ്ടമാണ് ഈ മീൻകറി. അങ്ങനെ അധികം ഒരു മടുപ്പ് തോന്നില്ല ഈ മീൻകറി കേട്ടോ.
മിക്ക മീനുകളും ഇതുപോലെ ഇങ്ങനെ വെച്ചാൽ ടേസ്റ്റുമാണ് നല്ലത്. ഇപ്പം നെയ്മീൻ പോലത്തെ മീനാണെങ്കിലും മത്തിയാണെങ്കിലും എന്താണെങ്കിലും ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാട്ടോ. മിക്കവാറും എല്ലാവരും വെക്കുന്നതായിരിക്കും. ഇതുപോലെ തേങ്ങയിൽ പൊടികളും കൂടി ചേർത്ത് ഞാനൊരു നുള്ളു മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടി. ചില ആൾക്കാർ ഇത്രയും മഞ്ഞൾപ്പൊടി ഇടില്ല. ശരിക്കും മഞ്ഞൾപ്പൊടി ഇത്തിരി ഇടുമ്പോൾ മീൻകറിക്ക് ആ ചുമന്ന കളറിൽ നിന്ന് ഇച്ചിരി മഞ്ഞ കളർ കിട്ടും. ചില ആളുകൾക്ക് അത് ഇഷ്ടമല്ല. അപ്പോൾ അതുപോലെ കുറച്ചിട്ടാൽ മതി കേട്ടോ. പിന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടണം. അതായത് നല്ല മഷി പോലെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ അങ്ങോട്ട് അരിഞ്ഞ് കിട്ടണം. അപ്പോൾ അത് അരയുന്ന സമയത്ത് ഞാൻ ചട്ടിയൊക്കെ ഒന്ന് മൺചട്ടിയൊക്കെ ഒന്ന് കഴുകി വയ്ക്കാം കേട്ടോ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചട്ടിയാണേ. ഇവിടെ കിട്ടുന്ന ചട്ടിയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര കുഴിയൻ ചട്ടികളാണ്. ഇതുപോലെ പരന്ന ചട്ടികൾ ഇവിടെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ നമ്മൾ കാറിനൊക്കെ വരണ സമയത്ത് ഇതുപോലെ കൊണ്ടുവരും. ഇപ്പം മിക്കവാറും ട്രെയിനിനാണ് എപ്പോഴും പോക്ക് വരവ്. അത് കാരണം എനിക്ക് ഇങ്ങനത്തെ കുറേ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ കിടപ്പുണ്ട്. അതൊന്നും കൂടി കൊണ്ടുവരാൻ പറ്റുന്നില്ല. ട്രെയിനിലാവുമ്പോൾ നമുക്ക് ഇത്തിരി സാധനങ്ങളിൽ ഈ ചട്ടിയൊന്നും നമുക്കങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. എന്തെങ്കിലും അന്നേരം ഉള്ളത് എന്തെങ്കിലും കൊണ്ടുവരുമെന്നല്ലാതെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് അരച്ചിട്ട് അതും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ആ ജാറൊക്കെ ഒന്ന് അങ്ങോട്ട് കഴുകി ഒഴിച്ച്. അപ്പം ഇത് ചേമ്പും കൂടി ഇടുന്ന കാരണം കറി ശരിക്കും കുറുകൂട്ടോ. ഈ സാമ്പാറിലൊക്കെ ആണെങ്കിലും നമ്മുടെ ചേമ്പിടുമ്പോൾ ശരിക്കും നല്ലൊരു കൊഴുപ്പ് വരില്ലേ, അതുപോലെ കറി ഒന്ന് കുറുകും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വെള്ളം വേണം. സാധാരണ മീൻകറിക്ക് നമ്മൾ വെക്കുന്നതിലും ഒരിച്ചിരി മുന്നോട്ട് വെള്ളം നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ അങ്ങ് ഭയങ്കരമായിട്ട് കുറുകി ഇതായി പോവും. അങ്ങനെ അടപ്പത്ത് വെച്ചു. അപ്പോൾ നമുക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കുടംപുളിയൊക്കെ ഇങ്ങനെ ഭരണിയിലിട്ട് വയ്ക്കണം, ചില്ലിൻ്റെ പാത്രങ്ങളിൽ ഇട്ട് വയ്ക്കണം എന്നാണ് പറയണേ. പ്ലാസ്റ്റിക്കിലൊന്നും ഒട്ടും ഇടരുത് കേട്ടോ. അപ്പോൾ ഞാനിതുപോലൊരു കുഞ്ഞു ഭരണി വാങ്ങിച്ചിട്ട് അതിലാണ് ഇട്ട് വയ്ക്കണേ. അപ്പോൾ അതാ ഇത്രയും മതി. നല്ല പുളിയുള്ള കുടംപുളി കേട്ടോ, അത് കാരണം കുറച്ചിട്ടാൽ മതി. അത് നന്നായിട്ട് കഴുകിയിട്ട് ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിടുവേ. അപ്പോൾ ഇനിയിപ്പോൾ പുളിയൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഇപ്പോൾ പാകത്തിനുണ്ട്. ഇനി പുളിയും കൂടി ഇട്ട് തിളക്കുമ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. അങ്ങനെ ചേമ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. 2 വിസിൽ ഞാൻ കൊടുത്തായിരുന്നു. അപ്പോൾ ഇനി ഇത് ഒന്ന് ആറാനായിട്ട് ഒന്ന് ഊറ്റിയിട്ട് വെക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ആറി വരുമ്പോഴേക്കും നമുക്കിത് പൊളിച്ച് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇനി ചാള ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഏകദേശം പാകമാണ് കേട്ടോ. ഒരിച്ചിരി മുന്നിൽ നിൽക്കണം. അങ്ങനെ ഇതെല്ലാം ഇട്ട് കൊടുക്കുക. ഇത് വറുത്തിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ ഈ ചാള. കറി വെച്ചിട്ട് കുഴപ്പമില്ലായിരുന്നു, എന്നാലും വറുക്കുന്നതായിരുന്നു കേട്ടോ ഈ ഒരു ചാള ഭയങ്കര ടേസ്റ്റ്. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം ഇങ്ങനത്തെ കുഞ്ഞു ചാളയാണ് നിറയെ കിട്ടുന്നത്. നാട്ടിൽ ഇച്ചിരി കൂടെ വലിയ ചാളയൊക്കെ കിട്ടുന്നുണ്ട്, അമ്മ വിളിക്കുമ്പോൾ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് അതൊന്ന് തിളക്കട്ടെ, മൂടി വയ്ക്കാം. ഈ മീൻകറി പല സ്ഥലത്തും പല രീതിയിലല്ലേ വയ്ക്കുക. ഞാൻ വാളംപുളി ഇട്ട് ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ. ഇവിടെ തമിഴ്നാട്ടിലെല്ലാവരും അങ്ങനെ വയ്ക്കുക. നമ്മൾ ട്രിവാൻഡ്രം സൈഡിലൊക്കെ വാളംപുളി ഇട്ട് വയ്ക്കും, വറുത്തരച്ചൊക്കെ വയ്ക്കും. പക്ഷേ തെരണ്ടിയാണ് വീട്ടിൽ വറുത്തരച്ച് വയ്ക്കുക. പിന്നെ സ്രാവ്, അതല്ലാത്ത മീനുകളൊക്കെ പുളിയിട്ട് വെക്കലാട്ടോ, അല്ലെങ്കിൽ വിനേഗറൊക്കെ ഇട്ട് തിളപ്പിച്ചെടുക്കും. അങ്ങനത്തെ പരിപാടികളാണ്. അപ്പോൾ ഇതെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. ചേമ്പ് ഞാൻ കട്ട് ചെയ്യുന്നൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു ചേമ്പല്ലേ, അപ്പോൾ ഇനി മുറിച്ചിടാനൊന്നുമില്ല. അപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ തന്നെ ഇടാം കേട്ടോ. ഇതിങ്ങനെ കറിയിൽ കിടക്കണതാണ് നല്ല ഭംഗിയാണ്. ഇങ്ങനെ ഒരു ഉണ്ടയായിട്ട് ശരിക്കും കുഞ്ഞു 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 കൊഴുക്കട്ടേക്കില്ല, അതുപോലെ ഇരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ചിറ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എന്തെങ്കിലും കയ്യിലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് പൊടിഞ്ഞു പോകില്ലേ. അപ്പോൾ ഇങ്ങനെ പോലെ മീൻകറി ആകുമ്പോൾ ഇതുപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോഴത്തെ പാത്രങ്ങളൊക്കെ സിങ്കിൽ കൂടിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പെട്ടെന്ന് അങ്ങോട്ട് കഴുകി വെക്കട്ടെ. ഞാൻ ഈ ഗ്ലൗസൊക്കെ ഇട്ടേക്കുന്നത് എൻ്റെ നഖത്തിന് കുറച്ച് അലർജി ഉണ്ട് കേട്ടോ. ഈ നമ്മുടെ ഡിറ്റർജൻറ്റും അതുപോലെ വാഷിംഗ് ലിക്വിഡും ഒക്കെ ഇത്തിരി അലർജി ഉണ്ട്. അപ്പം നഖത്തിന് കുറച്ച് പ്രശ്നം വരുന്നതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ ഇട്ടേക്കണേ. അപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് കുറുകി വരുമെന്ന്. അപ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ താളിച്ചിടാം കേട്ടോ. ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് താളിച്ചിടാം. ഞാൻ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കണേ. ഭംഗിക്കൊരു വേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല മീൻകറി കാണാൻ നല്ല രസമല്ലേ, സൂപ്പറായിട്ടില്ലേ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നല്ലതായിരിക്കും, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ ഒന്ന് ഒതുക്കി ഇനി അപ്പോഴേക്കും വൈകുന്നേരമായി. ഇതിനിടയ്ക്ക് ഞാൻ പാറുവിനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണം കഴിഞ്ഞിട്ട് പാറുവിനെ ഉറക്കി. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മീൻകറി വെച്ചത്. അപ്പോഴേക്കും ഈവനിങ് ആയി. അങ്ങനെ നല്ലൊരു കോഫി ഇട്ട് കുടിച്ചിട്ടോ. ഇടയ്ക്കിങ്ങനെ എനിക്ക് ചായയാണ് കൂടുതൽ ഇഷ്ടം, എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ഒരു തോന്നൽ വരും. അപ്പോൾ ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി ഇതുപോലെ ഉണ്ടാക്കും.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് അവസാനിക്കുക കേട്ടോ. അപ്പം ഞാൻ കോഫിയൊക്കെ ഒന്ന് ആസ്വദിച്ചിരുന്ന് കുടിക്കട്ടെ. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.